പിന്നെ ഒരിക്കൽ ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ രോമം വളരുന്ന അത്രയും കാലം ഇവർക്ക് കുരു വന്നുകൊണ്ടേയിരിക്കും. ചെറിയ സ്കിൻ ഇഷ്യൂസ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവും. പക്ഷെ അത് പോകെ പോകെ അത് വേഴ്സൺ ആവുന്ന കണ്ടീഷൻസ് ഉണ്ടാവും. എങ്ങനെയാണ് അതിങ്ങനെ വേഴ്സ്റ്റ് ആവുന്നത്? എന്തൊക്കെയാ ചെയ്യാൻ പാടില്ലാത്തത്? മെയിൻലി നമ്മൾ കാണുന്നത് ആക്നെയിലാണ്. അതായത് ആക്നെ ഇപ്പോൾ ചെറിയ കുരുവായിരിക്കും, ടീനേജ് പ്രായത്തിലുള്ള പെൺകുട്ടികളായിരിക്കും. അപ്പോൾ അവർക്കൊരു ഫൈനാൻഷ്യൽ ഫ്രീഡം ഇല്ലല്ലോ. അപ്പോൾ അവർ ആദ്യം അവരുടെ കയ്യിലുള്ള ചുറ്റുവട്ടത്തുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്തു. അതിനുശേഷം ഇത് പ്രശ്നമായി കാണുമ്പോഴാണ് പാരൻസ് ഇന്റർഫിയർ ചെയ്യുക. ഇപ്പോഴത്തെ കാലത്തെ പാരൻസ് കുറച്ചുകൂടെ കൺസേൺ ആണ്. കുറച്ചുകൂടെ മുതിർന്ന ഒരു കാലഘട്ടത്തിലുള്ള ഒരു പഴയ കാലഘട്ടത്തിലാണെങ്കിൽ അത് കുഴപ്പമില്ലാത്ത പ്രായത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വിട്ട് കളയാറാണ് പതിവ്. അപ്പോൾ മെയിൻലി ഇവർ ചെയ്യുന്ന പ്രശ്നങ്ങളിൽ ഒന്ന് ഈ പറഞ്ഞ പോലെ കോസ്മെറ്റിക്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കുട്ടികളെല്ലാവരും മേക്കപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ്. അപ്പോൾ ഈ മേക്കപ്പ് ചെയ്തിട്ട് ഇത് പ്രോപ്പർലി ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് എൻ്റെ നിങ്ങളത് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ പോർസ് ഒക്കെ ക്ലോഗ്ഡ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം പുതിയ ആക്നെ ബ്രേക്കൗട്ട്സ് വരും. രണ്ടാമത്തത് ഇപ്പോൾ നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു പ്രാക്ടീസാണ് ഫേഷ്യൽ റേസേഴ്സ്. തിൻ സ്റ്റിക്ക് യൂഷ്വലി കുട്ടികൾ യൂസ് ചെയ്യാം. അപ്പോൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷവും നമ്മൾ ഈ ബ്രേക്കൗട്ട്സ് കാണാറുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ടല്ല വരാം. പിന്നെ അതിന് പലപ്പോഴും ഇൻഗ്രോൺ ഹെയറും വരും. അത് ഹെയർ റിമൂവൽ ടെക്നിക്കിന്റെ ഒരു ഡിഫക്റ്റും കൂടിയുണ്ട്. പലരും ചെയ്യുന്നത് എന്താ, റിവേഴ്സ് ഡയറക്ഷനിലാണ് ഹെയർ റിമൂവ് ചെയ്യുക. അപ്പോൾ ഈ ഹെയർ കർവ് ചെയ്ത് ഉള്ളിൽ വളർന്നു വരും. ഇത് വളർന്നു വരാൻ മിനിമം ഒരു 10-15 ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഈ ഹെയർ വരുന്നുണ്ടാവും. അല്ലെങ്കിൽ ഒരു 5 ഡേയ്സോ എന്തായാലും മിനിമം കഴിഞ്ഞിട്ടാണ് വരിക. അപ്പോൾ കുട്ടികൾ ഇമ്മീഡിയറ്റ്ലി കണക്ട് ചെയ്യണമെന്നില്ല. ഇത് കാരണമാണ് വന്നതെന്നുള്ളവർക്ക് മനസ്സിലാവും. ചൂണ്ടിക്കാണിച്ച് കൊടുക്കുമ്പോഴാണ് മനസ്സിലാവുക. പിന്നെ ഒരിക്കൽ ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ രോമം വളരുന്ന അത്രയും കാലം ഇവർക്ക് കുരു വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൽ ആക്നെയും വരാറുണ്ട്, ഇൻഗ്രോൺ ഹെയറും വരാറുണ്ട്. അത് ശ്രദ്ധിക്കണം.